ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. രാജ്യമെമ്പാടും 5G സർവീസുകൾ വ്യാപിപ്പിക്കാനൊരുങ്ങി വോഡഫോൺ ഐഡിയ. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ മാത്രമാണ് 5G അവതരിപ്പിക്കുക. മികച്ച പ്ലാനുകൾ പുറത്തിറക്കി വിപണി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൽ കുതിക്കുകയാണ് രാജ്യത്തെ ടെലികോം കമ്പനികൾ. എയർടെൽ, ജിയോ തുടങ്ങിയ വമ്പന്മാരോടൊപ്പം മത്സരിച്ച് 5G വിപണി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വോഡഫോൺ ഐഡിയ. 5G സേവനം അടുത്ത മാസത്തോടെ കൂടുതൽ സർക്കിളുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന സൂചനയാണ് കമ്പനി നൽകുന്നത്. അടുത്ത മാസം മുംബൈ നഗരത്തിലെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് വരിക്കാർക്ക് VIയുടെ 5G സേവനം ലഭ്യമായി തുടങ്ങും. ഏപ്രിലോടെ ഡൽഹി, ബംഗളൂരു, ചെന്നൈ, പട്ന എന്നിവ ഉൾപ്പെടെ കൂടുതൽ നഗരങ്ങളിലേക്ക് 5G സേവനങ്ങൾ വ്യാപിപ്പിക്കും. കഴിഞ്ഞ ഡിസംബറിൽ കമ്പനി പരീക്ഷണാർത്ഥം 17 നഗരങ്ങളിൽ 5G സേവനങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതേസമയം VI പുറത്തുവിട്ട 5G സേവനങ്ങൾ ലഭിക്കുന്ന നഗരങ്ങളുടെ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കേരളവും ഇടം പിടിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. 3 വർഷത്തോളമായി 5G നെറ്റ്വർക്കിന്റെ പണിപ്പുരലായിരുന്ന VI 2022 മെയ്യിൽ 5G പരീക്ഷണത്തോടെ 5.92 Gbps ഡൗൺലോഡ് സ്പീഡ് കൈവരിച്ചിരുന്നു. ബംഗളൂരുവിൽ നടന്ന സമാന പരീക്ഷണത്തിൽ 1.2 Gbps വേഗതയാണ് കൈവരിച്ചത്. വർഷങ്ങളുടെ പരീക്ഷണത്തിന് ശേഷം പുറത്തുവരുന്ന 5G മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. എതിരാളികളെക്കാൾ 15% വിലക്കുറവിൽ 5G പ്ലാനുകൾ അവതരിപ്പിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ന്യൂസ് ഡെസ്ക്, മൈഫി TV. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ 2028 നടക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാന വികസനത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാകും ഇതെന്നാണ് വിലയിരുത്തൽ. നിലവിലുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ പ്രകടനത്തിലും ശേഷിയിലും സാങ്കേതിക വിദ്യയിലുമെല്ലാം AMCA മറികടക്കുമെന്നാണ് പ്രതീക്ഷ. വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനം 2027ഓടെ പൂർത്തിയാകുമെന്നാണ് കണക്കാക്കുന്നത്. 5.5 ജനറേഷൻ സ്റ്റെൽത്ത് യുദ്ധവിമാനമായാണ് AMCA ഒരുങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത്യാധുനിക റഡാർ, പുത്തൻ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. തദ്ദേശീയമായി വികസിപ്പിച്ച സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയാണ് AMCAയുടെ കരുത്ത്. പൈലറ്റിന്റെ ജോലിഭാരം കുറയ്ക്കാൻ AI അധിഷ്ഠിത ഓട്ടോണമസ് സംവിധാനവും ഉണ്ടാകും. ലാൻഡിംഗ്, ടേക്ക് ഓഫ് തുടങ്ങിയ കാര്യങ്ങളിൽ AIയുടെ സഹായം പൈലറ്റിന് ലഭിക്കും. ഇതിനാവശ്യമായ സംവിധാനം വികസിപ്പിക്കുന്ന ഘട്ടത്തിലാണ്. നിലവിൽ ഡിസൈനിംഗ് പൂർത്തിയായി കഴിഞ്ഞ വിമാനത്തിന് വേണ്ട എഞ്ചിൻ വിദേശത്ത് നിന്നാണ് ആദ്യം വാങ്ങുക. ഭാവിയിൽ തദ്ദേശീയമായ യുദ്ധവിമാന എഞ്ചിൻ ഇതിൽ ഉൾപ്പെടുത്തും. ഇതിനായി സംയുക്തമായി എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ചർച്ചകൾ വിദേശ കമ്പനികളുമായി നടക്കുകയാണ്. ഇരട്ട എഞ്ചിൻ AMCA സുഖോയ് വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് വികസിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യ നിരോധിച്ച 36 ചൈനീസ് ആപ്പുകൾ തിരിച്ചെത്തുന്നതായി റിപ്പോർട്ട്. 2020 ഗാൽവാൻ വാലി സംഘർഷത്തെ തുടർന്നാണ് സുരക്ഷാ പ്രശ്നങ്ങളും ഡാറ്റ സ്വകാര്യതയും ചൂണ്ടിക്കാണിച്ച് 267 ചൈനീസ് ആപ്പുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാർ നിരോധിച്ച ആപ്പുകളിൽ 36 എണ്ണം ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ ലഭ്യമാണ്. ചില ആപ്പുകൾ പുതിയ പേരുകളിൽ റീബ്രാൻഡ് ചെയ്ത് വീണ്ടും എത്തിയപ്പോൾ മറ്റു ചിലത് വലിയ മാറ്റം കൂടാതെ തിരിച്ചെത്തിയിട്ടുമുണ്ട്. വിലക്ക് മറികടക്കാൻ ഉടമസ്ഥതയിലും ബ്രാൻഡിങ്ങിലും മാറ്റങ്ങൾക്ക് വിധേയമായവയും ഇതിൽ ഉൾപ്പെടുന്നു. മറ്റുള്ളവ നിയമപരമായി പ്രവർത്തിക്കാൻ ഇന്ത്യൻ കമ്പനികളുമായി കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ളതായും വിവരമുണ്ട്. എക്സെൻഡർ, മാംഗോ TV, യൂക്കു, ടാൻടാൻ എന്നീ പ്രമുഖ ആപ്പുകൾ ഉൾപ്പെടെയാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. അതേസമയം ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന 36 ആപ്പുകളുടെ പട്ടികയിൽ ഏറെ പ്രചാരം നേടിയ ടിക്ടോക്ക് ഇല്ലെന്നാണ് സൂചന. ഫാഷൻ ഷോപ്പിംഗ് ആപ്പായ ഷെയിൻ റിലയൻസുമായുള്ള പങ്കാളിത്തത്തിലൂടെയാണ് തിരിച്ചു വന്നത്. ആപ്പിന്റെ ഡാറ്റ സ്റ്റോറേജ് ഇന്ത്യക്ക് പുറത്ത് പോകുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ആപ്പുകളിൽ പലതും ഇന്ത്യൻ വിപണികളിൽ വീണ്ടും തിരിച്ചെത്തുന്നത്. ചില ആപ്പുകൾ ഇപ്പോൾ സിംഗപ്പൂർ, വിയറ്റ്നാം, ദക്ഷിണ കൊറിയ, സീഷെൽസ്, ജപ്പാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ആസ്ഥാനമായുള്ള കമ്പനികളുടെ കീഴിൽ അവയുടെ ഉടമസ്ഥാവകാശം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു ചിലത് പ്രാദേശിക നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് ഇന്ത്യൻ സ്ഥാപനങ്ങളുമായുള്ള ലൈസൻസിംഗ് കരാറുകൾ ഉപയോഗിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിലെ എൻ്റർടൈൻമെൻറ്റ് രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന പുതിയ OTT പ്ലാറ്റ്ഫോമിൻ്റെ പ്രഖ്യാപനം ഉടനെന്ന് സൂചന. ഡിസ്നി വയോകോം 18ന്റെ ലയനത്തിനു ശേഷം കമ്പനികൾ ഒത്തുചേർന്നുകൊണ്ടുള്ള പുതിയ OTT പ്ലാറ്റ്ഫോമിൻ്റെ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടു. ജിയോ സിനിമയുടെയും ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെയും ലയനത്തിനു ശേഷം രൂപീകരിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം ജിയോ ഹോട്ട്സ്റ്റാർ എന്നറിയപ്പെടുമെന്നാണ് സൂചന. പരസ്യ പ്ലാറ്റ്ഫോമുകളിലും ഡിസ്നി ഹോട്ട്സ്റ്റാർ ആപ്പിലും ഈ പേരിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു പുതുയുഗത്തിന്റെ തുടക്കമെന്ന പരസ്യവാചകത്തോടെ കമ്പനി പുതിയ ടീസറും പങ്കുവച്ചു.
ജിയോ ഹോട്ട്സ്റ്റാർ ആരംഭിക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ കാര്യമായി നടക്കുന്നുണ്ടെന്നും നിലവിൽ ജിയോ സിനിമ സബ്സ്ക്രിപ്ഷൻ ഓട്ടോ പേ മാൻഡേറ്റുകൾ റദ്ദാക്കുന്നതായും കമ്പനി അറിയിച്ചു. ജിയോ ഹോട്ട്സ്റ്റാർ ലോഞ്ചിലേക്ക് അടുക്കുന്നതിനാലാണ് ഇപ്പോൾ ജിയോ സിനിമയിലേക്ക് പുതിയ വരിക്കാരെ ചേർക്കാത്തതെന്നാണ് സൂചന. നിലവിലുള്ള ജിയോ സിനിമ പ്രീമിയം സബ്സ്ക്രൈബർമാരെ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമെന്നതിനെക്കുറിച്ചും വ്യക്തത വന്നിട്ടില്ല. ഔദ്യോഗികമായി ജിയോ ഹോട്ട്സ്റ്റാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഡിസ്നി, വാർണർ ബ്രോസ്, HBO, മാക്സ് ഒറിജിനൽ, കളേഴ്സ് കണ്ടന്റുകൾ ഒരു കുടക്കീഴിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ഇതോടൊപ്പം നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എന്നിവർ അടക്കിവാഴുന്ന OTT രംഗത്ത് വൻകിട മത്സരത്തിന് കളമൊരുങ്ങുകയും ചെയ്യും. 100-ലധികം ലൈവ് TV ചാനലുകളും 30,000 മണിക്കൂറിലധികം കണ്ടന്റുകളും അടങ്ങുന്നതാണ് ജിയോ ഹോട്ട്സ്റ്റാർ പ്ലാറ്റ്ഫോം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അനുദിനം പുത്തൻ അപ്ഡേറ്റുകളുമായി എത്തുന്ന വാട്സാപ്പിൽ ബിൽ പേയ്മെൻറ്റിനായി പുതിയ സംവിധാനം അവതരിപ്പിക്കാൻ മെറ്റ. വൈദ്യുത ബിൽ പേയ്മെൻറ്റ്, മൊബൈൽ റീചാർജുകൾ അടക്കമുള്ള സേവനങ്ങൾ ഇനി മുതൽ വാട്സാപ്പിൽ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്. വാട്സാപ്പിന്റെ പുത്തൻ ബീറ്റ വേർഷനിൽ ഡയറക്റ്റ് ബിൽ പേയ്മെന്റ് ഫീച്ചർ മെറ്റ പരീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ട്. UPI പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് പണം അയക്കുന്നതിന് സമാനമായിരിക്കും ബില്ലുകളും അടയ്ക്കുന്ന രീതി. പേയ്മെന്റ് സംവിധാനങ്ങൾക്കായി രാജ്യത്ത് മറ്റ് ആപ്പുകളുണ്ടെങ്കിലും 40 കോടിയിലധികം ഉപയോക്താക്കളുള്ള വാട്സാപ്പിന് പുതിയ ഫീച്ചറിന്റെ വരവ് കൂടുതൽ നേട്ടമാകുമെന്നാണ് റിപ്പോർട്ട്. ഒറ്റ ആപ്പിൽ തന്നെ മെസ്സേജിംഗ്, കോളിംഗ്, AI ഫീച്ചർ എന്നിവ സാധ്യമാകുമെന്നതാണ് പ്രത്യേകത. ബില്ലിംഗ് സേവനം വരുന്നതോടെ വൈദ്യുതി, ഗ്യാസ്, മൊബൈൽ, വാട്ടർ അതോറിറ്റി ബിൽ ഉൾപ്പെടെ വാട്സാപ്പിൽ അടയ്ക്കാനാകും. UPI പേയ്മെന്റ് സംവിധാനത്തിലൂടെ വാട്സാപ്പ് വിപണിയിൽ പുതിയ മുന്നേറ്റം നടത്തുമെന്നാണ് സൂചന. സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഇനി പ്രൊഫൈലിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഫീച്ചറുകളോടെയാകും പുതിയ അപ്ഡേറ്റ് എന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.